സ്ത്രീകൾക്ക് KSRTCയിൽ കിട്ടുന്ന സൗജന്യ യാത്രയിൽ ഇനി പൂട്ട് വീഴുമോ? പ്രിയദർശിനി പദ്ധതി പൂട്ടിക്കെട്ടാൻ പോവുകയാണോ? ഇപ്പോൾ കേരളത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ചോദിച്ചത്. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കെതിരെ ഒരു സ്വകാര്യ ബസ് ഉടമ നേരിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ CIA സമീപിച്ചിരിക്കുകയാണ്. ആരോപണം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. പദ്ധതി KSRTCക്ക് മാത്രം നേട്ടമുണ്ടാക്കുന്നു, സ്വകാര്യ ബസ്സുകളുടെ മത്സരശേഷി തകർക്കുന്നു, വലിയ തോതിൽ യാത്രക്കാരെ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് KSRTCയിലേക്ക് മാറ്റുന്നു, ഇതിലൂടെ സ്വകാര്യ ബസ് മേഖല സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നു എന്നതൊക്കെയാണ് പരാതി. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് പ്രശ്നം? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതാണോ പ്രശ്നം, അതോ സൗജന്യ യാത്ര നൽകുന്ന രീതിയാണോ പ്രശ്നം എന്നതാണ് ചോദ്യം. UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെയാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവർക്കും KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്ന പദ്ധതി ആരംഭിച്ചത്. യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങാതെ KSRTCക്ക് സർക്കാർ പണം നൽകുന്ന രീതിയാണ് ഈ പദ്ധതി. അങ്ങനെയാണ് ആ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. സർക്കാരിന്റെ കണക്കിൽ പ്രതിദിനം കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി ചെലവാകുന്നത്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കണം. ജോലി, പഠനം, ചികിത്സ തുടങ്ങിയ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാക്കുക. അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വെൽഫെയർ സ്കീമാണ്. പക്ഷേ സർക്കാർ ഒരു വെൽഫെയർ സ്കീം നടപ്പാക്കുമ്പോൾ അതിന്റെ മറ്റൊരു വശം കൂടി നോക്കേണ്ടതുണ്ട്. ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്ന ആളുകൾക്ക് പുറമെ അതേ മേഖലയിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലും ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഇവിടെ ചോദ്യം. ഇവിടെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പരാതി പ്രസക്തമാകുന്നത്. വളരെ ലളിതമായൊരു ഉദാഹരണത്തോടെ ഞാനത് പറഞ്ഞു തരാം. ഒരേ റൂട്ടിൽ ഒരു സ്വകാര്യ ബസ്സും ഒരു KSRTC ബസ്സും ഓടുന്നുണ്ട്. സ്വകാര്യ ബസ്സിൽ ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നത് ഒരു 10, 15 ഇല്ലെങ്കിൽ 20 രൂപയൊക്കെ നൽകിക്കൊണ്ടാണ്. എന്നാൽ ഇതേ യാത്ര KSRTCയിൽ സൗജന്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ KSRTC ആണ് തിരഞ്ഞെടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഇവിടെ യാത്രക്കാരനെ KSRTCയിലേക്ക് ആകർഷിക്കാൻ KSRTC പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല. സർക്കാർ തന്നെയാണ് യാത്രക്കാരന്റെ ടിക്കറ്റ് ഫെയർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത് ഇതൊരു സാധാരണ കോമ്പറ്റീഷൻ അല്ല എന്നാണ്. ഒരേ മാർക്കറ്റിൽ 2 ഓപ്പറേറ്റേഴ്സ് മത്സരിക്കുമ്പോൾ ഒരാൾക്ക് സർക്കാർ സബ്സിഡിയുടെ സഹായത്തോടെ സീറോ ഫെയർ സർവീസ് നൽകാൻ കഴിയുകയും മറ്റൊരാൾക്ക് യാത്രക്കാരിൽ നിന്ന് നേരിട്ട് പണം വാങ്ങേണ്ടി വരികയും ചെയ്താൽ മത്സരം തുല്യമായിരിക്കുമോ എന്നാണ് അവരുടെ ചോദ്യം. ഇതിന്റെ ഫലമായിട്ട് സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് KSRTCയിലേക്ക് മാറി എന്നാണ് ബസ് ഉടമകളുടെ വാദം. യാത്രക്കാർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുമാനം കുറയും. എന്നാൽ ബസ്സിന്റെ ചെലവുകൾ അതേപടി തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ഡീസൽ വേണം, ജീവനക്കാർക്ക് ശമ്പളം നൽകണം, മെയിൻ്റനൻസ് വേണം, ടാക്സ് അടയ്ക്കണം, പെർമിറ്റ് സംബന്ധമായിട്ടുള്ള ചെലവുകൾ വേറെയുണ്ട്. അപ്പോൾ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചെലവുകളൊക്കെ വഹിക്കാൻ കഴിയാതെ വന്നാൽ സർവീസ് നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതിനോടകം തന്നെ 750 സ്വകാര്യ ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ചു എന്നാണ് ബസ് ഉടമകളുടെ സംഘടനകൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാം. ഈ 750 ബസ്സുകൾ സർവീസ് നിർത്തി എന്നത് സ്വകാര്യ ബസ് മേഖലയിലെ സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു കണക്കാണ്. അതിനെ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ള ഔദ്യോഗിക കണക്കായിട്ട് എവിടെയും അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇക്കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല. പക്ഷേ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഈ വിഷയം ഇപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഈ CCI എന്നത് എന്തിനാണ് നിലകൊള്ളുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. മാർക്കറ്റിൽ ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പാക്കുന്നതിനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഒരു സ്ഥാപനത്തിന് മാർക്കറ്റിൽ ശക്തമായ സ്ഥാനം ഉണ്ടെന്നത് മാത്രം ഒരു നിയമവിരുദ്ധമായിട്ട് എടുക്കാൻ കഴിയില്ല. പക്ഷേ ആ ശക്തി ഉപയോഗിച്ച് കോമ്പറ്റീഷൻ ഇല്ലാതാക്കുകയോ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള അബ്യൂസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അവിടെ കോമ്പറ്റീഷൻ ലോ അവിടെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പരാതി അവിടെ പ്രധാനമായിട്ട് വരുന്നത്. സ്വകാര്യ ബസ് ഉടമകളുടെ വാദം ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. KSRTCക്ക് സർക്കാർ പിന്തുണയുണ്ട്, അതേസമയം സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കുന്നതിനുള്ള സബ്സിഡിയും ലഭിക്കുന്നു. ഇതിലൂടെ സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിന് അധിക അഡ്വാൻറ്റേജ് അവിടെ ലഭിക്കുകയാണ്. ഈ അഡ്വാൻറ്റേജ് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലാണെങ്കിൽ അത് കോമ്പറ്റീഷൻ ലോയിൽ പരിധിയിൽ പരിശോധിക്കണമെന്നാണ് ഇവരുടെ ശക്തമായിട്ടുള്ള ആവശ്യം.
ഇനി CCIയിൽ പരാതി ഫയൽ ചെയ്തു എന്നതുകൊണ്ട് പ്രിയദർശിനി പദ്ധതി നാളെ മുതൽ അങ്ങ് നിർത്തി എന്നൊന്നും പറയരുത്. പരാതി സ്വീകരിക്കുന്നത് ഒരു നിയമപരമായിട്ടുള്ള പ്രക്രിയയുടെ തുടക്കമാണ്. CCI ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കും. അതുപോലെ കംപ്ലൈന്റ് ശരിയാണോ, കോമ്പറ്റീഷൻ ലോ വയലേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നേച്ചർ അതെന്താണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ പരിശോധിക്കുന്നത്. അതായത് ഇന്ന് തന്നെ പ്രിയദർശിനി പൂട്ടി എന്ന് പറയുന്നത് ശരിയല്ല, മറിച്ച് പ്രിയദർശിനി പദ്ധതിക്കെതിരെ നിയമ നടപടികൾക്കൊരു തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിക്കെതിരെ ഇതിനകം തന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു നിയമ പോരാട്ടം നടന്നിരുന്നു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനും മാത്രം സൗജന്യ യാത്ര അനുവദിക്കുന്നത് ഭരണഘടനാപരമായിട്ട് ശരിയാണോ, പൊതുപണം ഉപയോഗിച്ച് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുന്നത് നിയമപരമായിട്ട് നിലനിൽക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു കോടതിയുടെ മുന്നിലേക്ക് ഇതിന് മുന്നേ എത്തിയത്. ജൂൺ 22-ന് കേരള ഹൈക്കോടതി ആ ഹർജി തള്ളിക്കളയുകയും ചെയ്തു. പദ്ധതി നിയമവിരുദ്ധമാണെന്നോ ഭരണഘടനാ വിരുദ്ധമാണെന്നോ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി സർക്കാർ സ്വീകരിക്കുന്ന ഒരു പോളിസി ഡിസിഷൻ എന്ന നിലയിൽ അതിൽ ഇടപെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്നായിരുന്നു കോടതിയുടെ അന്നത്തെ നിലപാട്. അപ്പോൾ പിന്നെ ഹൈക്കോടതി തന്നെ പദ്ധതി തുടരാൻ അനുവദിച്ചില്ലേ, പിന്നെ എന്തിനാണ് CCI എന്ന ചോദ്യവും നമുക്ക് ചോദിക്കാം. ഉത്തരം വളരെ സിമ്പിളാണ്. രണ്ട് സ്ഥാപനങ്ങളും പരിശോധിക്കുന്നത് ഒരുപോലെയല്ല. ഹൈക്കോടതിയുടെ മുന്നിൽ പ്രധാനമായിട്ടും പദ്ധതി ഭരണഘടനാപരവും നിയമപരവുമായിരുന്നോ എന്നായിരുന്നു ആ ചോദ്യം. എന്നാൽ CCIയുടെ മുന്നിൽ ഉയരാൻ പോകുന്ന പ്രധാന ചോദ്യം മാർക്കറ്റ് കോമ്പറ്റീഷൻ ആണ്. അതായത് ഒരു വെൽഫെയർ സ്കീം നിയമപരമായിട്ട് വാലിഡ് ആണെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം. അതൊരു ലീഗൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അതുകൊണ്ട് ഹൈക്കോടതി ഹർജി തള്ളിയത് കൊണ്ട് CCIയിലെ പരാതി സ്വാഭാവികമായിട്ടും അവസാനിക്കണമെന്നൊന്നുമില്ല. അതുപോലെ CCI പരാതി സ്വീകരിച്ചു എന്നതുകൊണ്ട് ഹൈക്കോടതി വിധി അസാധുവാകുകയും ചെയ്യും എന്നും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് ദിവസവും ജോലി ചെയ്യാനും പഠിക്കാനും ആശുപത്രിയിലേക്കൊക്കെ മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുന്ന അങ്ങനെ KSRTC ആശ്രയിക്കുന്നവർക്ക് അവരുടെ യാത്രാ ചെലവ് വലിയ രീതിയിൽ തന്നെ കുറയുകയും വലിയൊരു സാമ്പത്തിക സഹായവും ഒക്കെയാണ്. അതേസമയം കേരളത്തിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നത് KSRTC മാത്രമല്ല, ആയിരക്കണക്കിന് സ്വകാര്യ ബസ്സുകളും ഇതിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാര്, കണ്ടക്ടർമാര്, മെക്കാനിക്കുകള്, അങ്ങനെ മറ്റു പല ജീവനക്കാരുമുണ്ട്. സ്വകാര്യ ബസ്സുകൾ റൂട്ടിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായാൽ അതിന്റെ ആഘാതം ഈ പറയുന്ന ബസ് ഓണേഴ്സിൽ മാത്രം നിൽക്കുന്നതായിരിക്കില്ല, ഒരു പ്രദേശത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റിയെ തന്നെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് KSRTCക്ക് ആവശ്യമായ എല്ലാ റൂട്ടുകളിലും സർവീസ് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രൈവറ്റ് ബസ്സിന്റെ റോള് ഇവിടെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സർക്കാർ ഒരു വിഭാഗത്തിന് വെൽഫെയർ ബെനിഫിറ്റ് നൽകുമ്പോൾ അതേ മേഖലയിൽ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിന്റെ സർവൈവൽ അതെങ്ങനെയാണ് ഉറപ്പാക്കുക? സൗജന്യ യാത്ര നിലനിർത്തി ഈ പറയുന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് ഈ വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ? സർക്കാരിന് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ വാർത്തകൾക്കായി മംഗളം TV സബ്സ്ക്രൈബ് ചെയ്യുക.